നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇന്നും ഒരു വേദനയായി നിലനിൽക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വ്യക്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഉത്കണ്ഠയുണ്ടോ, താല്പര്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. കൂടുതലും നമുക്ക് രാത്രി കാലങ്ങളിലാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നുറുങ്ങുന്ന ഒരു വേദനയായി നിങ്ങൾ കയറി വരുന്നത്. ഈ വ്യക്തി പകൽ മുഴുവനും ഒരു പക്ഷേ ജോലിയൊക്കെ ചെയ്ത് വളരെയധികം ക്ഷീണിതനായി വളരെ ബുദ്ധിമുട്ടേറിയ രീതിയിൽ രാത്രികാലങ്ങളിൽ ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ചിന്തകൾ ഒരു നുറുങ്ങുന്ന വേദനയായി ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിയുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ തന്നെ തേർഡ് പാർട്ടിയെക്കുറിച്ചും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചിന്തനങ്ങൾ വരും. ഇതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നും ആര് പറയുന്നത് കേൾക്കണമെന്നും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ഒരു കാര്യം മാത്രമേ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് സ്നേഹം മാത്രമാണ്, സമാധാനവും. ഒരുമിച്ച് ജീവിച്ച് മുന്നേറാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയിച്ചു നിൽക്കുന്നവരാകാം. നിങ്ങളുടെ വിജയത്തിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കുന്നുമുണ്ട്. നിങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും യോഗ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല താനും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ വ്യക്തി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ചില സമയത്ത് നിങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള മുജ്ജന്മ ബന്ധം ഉണ്ടോ എന്ന് പോലും ഈ വ്യക്തി ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ അത്രയും അധികം സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മാത്രമല്ല, എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. തൻ്റെ അതിരുവിട്ട ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തിക്ക് എന്നും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം നിങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്ത ഒരു ആരാധന, അത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുമാറി പോകുന്നില്ല. ഇത് വളരെയധികം അതിശയകരമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. ആർക്കേഞ്ചൽ റാസിയൽ എന്ന് പറയുന്ന മാലാഖയുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് വളരെയധികം പ്രചോദനത്തെയും നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന മാലാഖയാണ്. ഉറപ്പായിട്ടും ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി നിങ്ങളോട് തുറന്നു പറയുവാൻ മടിക്കുന്ന ചില സത്യങ്ങൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെളിപ്പെട്ടു വരുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മറച്ചു പിടിക്കുകയാണ്. നിങ്ങളോടൊരു പക്ഷേ അത് നിങ്ങളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും വിഷമത്തിലേക്കും പോകും എന്നുള്ള പേടിയാണ് ഈ വ്യക്തിക്കുള്ളത്. ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ
ഈ വ്യക്തിയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് ഈ വ്യക്തിയായിട്ട് തന്നെ പരിഹരിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുമായി സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം, ഈ വ്യക്തി തന്നെ അതെല്ലാം പരിഹരിച്ചോളാം എന്നും ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടാകാം. എന്തായാലും ഇവിടെ പുതിയൊരു മാറ്റത്തെയും മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയും ഈ വ്യക്തി അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ ചില സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കൂടുതലും ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് തുല്യമാണല്ലോ. ആ ഒരു ഉത്തരവാദിത്തം വളരെ പോസിറ്റീവായി നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രയത്നം ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോയി തരും എന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, വളരെ പോസിറ്റിവിറ്റിയോട് കൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന ആ ഒരു സ്നേഹം, അതിലാണ് ഈ വ്യക്തി എപ്പോഴും സംതൃപ്തി അണയുന്നത്. ഇവിടെ തീർത്തും തൻ്റെ ജീവിതത്തിൽ നിന്നും കളയാൻ വെച്ചിരിക്കുന്ന, അതായത് റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചില ചങ്ങലക്കൂടുകളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. അത് വിശ്വാസപരമായിട്ടായിരിക്കാം, മറ്റുള്ളവരോടുള്ള അമിതമായിട്ടുള്ള കീഴ്പ്പെടലായിരിക്കാം, മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുന്നതായിരിക്കാം, അനുസരിക്കുന്നതായിരിക്കാം. അത്തരം സ്വഭാവ രീതികളെല്ലാം തന്നെ ഈ വ്യക്തി മാറ്റിവെക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പലപ്പോഴും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം, ആരെയും അമിതമായി വിശ്വസിക്കുവാനോ അനുസരിക്കുവാനോ നിൽക്കരുത് എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തി അതനുസരിച്ചിട്ടില്ലായിരിക്കാം, കാര്യമാക്കി എടുത്തിട്ടില്ലായിരിക്കാം. പക്ഷെ മുന്നോട്ടുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനുമായി തച്ചുടച്ച് കളയുന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുള്ളത്. വലിയൊരു മാറ്റത്തിന് വിധേയമാകേണ്ടത് താൻ സ്വയം വിചാരിച്ചാൽ മാത്രമാണെന്നും താൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുമായിട്ടൊക്കെ ചില വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതൊരു നിരാഹാര സമരമായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കാം, എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തടസ്സങ്ങൾക്കും ശത്രുക്കൾക്കും ഒക്കെ പരിഹാരമായി ഈ വ്യക്തി ചില പ്രാർത്ഥനകൾ ചെയ്യുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ യഥാർത്ഥ പാത പിന്തുടർന്നുകൊണ്ട് വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഏറെ കാലങ്ങളായി ഈ വ്യക്തി നിശബ്ദത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാതെ, നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മറുപടി തരാതെ മാറിപ്പോകുന്ന ഈ വ്യക്തിയുടെ സ്വഭാവ രീതി ഈ വ്യക്തിക്ക് പോലും മടുത്തിരിക്കുന്നു. അതായത് ഈ വ്യക്തിക്ക് സ്വയം മടുപ്പ് തോന്നിക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായി നിന്നുകൊണ്ട് ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. ഇനിയെങ്കിലും ആ നിശബ്ദത മാറ്റിവെച്ചിട്ട് തീർച്ചയായിട്ടും അവിടെ കൃത്യമായ മറുപടികൾ തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇത് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേദനയോടുകൂടി. ആ വേദന എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുവാൻ ഈ വ്യക്തി പരിശ്രമിക്കും. ഈ വ്യക്തിയുടെ പരിശ്രമം എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ്, ഹൈപ്പ് ചെയ്യുക.
പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.